വെൽക്കം ബാക്ക് ടു എവരിവൺ. അപ്പോൾ ഇലക്ട്രിസിറ്റിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഇലക്ട്രിസിറ്റിയുടെ 4ാമത്തെ ക്ലാസ്സാണ്. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് മിക്സിയുടെ ഇന്നർ പാർട്സിനെ പറ്റിയാണ്. ഇന്നർ പാർട്സിലേക്ക് കടക്കുന്നതിന് മുന്നായി കപ്ലർ അഴിക്കുന്നത് ഒരു ടാസ്ക് തന്നെയാണ്. സോ നമുക്ക് കപ്ലർ എങ്ങനെയാണ് അഴിക്കുന്നത് എന്ന് നോക്കാം. കപ്ലർ അഴിക്കാൻ നമുക്ക് ആദ്യം വേണ്ടത് ഒരു സ്ക്രൂ ഡ്രൈവറാണ്. അഴിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ സ്ക്രൂ ഡ്രൈവർ വെച്ച് ഈ ഒരു സൈഡ് ഒന്ന് പൊക്കി കൊടുത്ത് ജസ്റ്റ് ഒന്ന് തിരിച്ച് മറ്റൊരു സൈഡും കൂടെ പൊക്കി കൊടുത്ത് തിരിച്ച് പൊക്കി കൊടുത്ത് അഴിക്കേണ്ടതാണ്. സോ കപ്ലർ പൊട്ടാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ അഴിക്കുന്നത്. അങ്ങനെ നമുക്ക് ഇതാണ് മിക്സിയുടെ മെഷീൻസ്. നമുക്കിനി ഇതെങ്ങനെ അഴിക്കാമെന്ന് നോക്കാം. ആദ്യം ഇതിനാകെ വരുന്നത് 2 സ്ക്രൂസാണ്. 2 സ്ക്രൂസാണ് ആദ്യം വരുന്നത്. അപ്പോൾ നമുക്ക് ഈ സ്ക്രൂസ് അഴിക്കാൻ ആകെ വേണ്ട ഒരു ടൂള് വ്രഞ്ച് ആണ്. നമുക്ക് സ്ക്രൂസ് അഴിക്കാം. ഇപ്പുറത്തെ സ്ക്രൂ അഴിക്കാം. അപ്പോൾ 2 സ്ക്രൂസ് നമ്മൾ അഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. This is armature. ആർമേച്ചറിൻ്റെ അറ്റത്ത് ഒരു നോബുണ്ട്. വളരെ കെയർഫുള്ളായിട്ട് ഇത് ഹാൻഡിൽ ചെയ്യണം. നമുക്ക് മാറ്റി വയ്ക്കാം. ആർമേച്ചർ അലുമിനിയം ആവാം, അതുപോലെ തന്നെ കോപ്പർ ആവാം. അതുപോലെ തന്നെയാണ് ഈ ഫീൽഡ് കോയിലും. ഇതും അലുമിനിയം ആവാം, കോപ്പർ ആവാം. നമുക്ക് ബുഷ് ഹോൾഡേഴ്സ് നോക്കാം. ഇതാണ് ബുഷ് ഹോൾഡർ. നമുക്ക് സിമ്പിളായിട്ട് കൈ കൊണ്ട് തന്നെ ഊരാം. ദിസ് ഈസ് ബുഷ്. അത് 2 സൈഡിലും ഉണ്ട്. നമുക്ക് 2 സൈഡിൽ ഊരാം. മിക്സിയുടെ മെയിൻ പാർട്ടായിട്ട് വരുന്നത് ഇതാണ് ആർമേച്ചർ. അലുമിനിയത്തിൻ്റെ ആവാം, അതുപോലെ തന്നെ കോപ്പറിൻ്റെ ആവാം. ആർമേച്ചറിൽ വരുന്നതാണ് ഈ ബോൾ ബെയറിംഗ്. ഈ ബോൾ ബെയറിംഗ് വീഴാതെ സൂക്ഷിക്കണം. അപ്പോൾ രണ്ടാമത്തെയാണ് ഈ ഫീൽഡ് കോയിലും അലുമിനിയത്തിൻ്റെ ആവാം, അതുപോലെ തന്നെ കോപ്പറിൻ്റെ ആവാം. അടുത്തതാണ് ഈ റോട്ടറി സ്വിച്ച്, അതുപോലെ തന്നെ സർക്യൂട്ട് ബ്രേക്കർ, പവർ പ്ലഗ്. ഇതാണ് നമ്മുടെ ഈ ബുഷ് ഹോൾഡേഴ്സ് ആണിത്. അപ്പോൾ ഇത്രയാണ് മിക്സിയുടെ മെയിൻ പാർട്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ക്ലാസ് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇലക്ട്രിസിറ്റി എന്ന വിഷയത്തെ ആസ്പദമാക്കി എല്ലാ വെള്ളിയാഴ്ചയും ഞങ്ങളുടെ ക്ലാസ്സുകൾ ഉണ്ടാവും.